നമസ്കാരം. ടിപ്സ് ഇൻ ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ സോഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യം 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഊർജ്ജ സ്രോതസ്സിന്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംരക്ഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും, വ്യാഖ്യാനവും വിശകലനവും. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത് മുകളിൽ നൽകിയത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ SCRT 10ാം ക്ലാസ്സില് ആകാശക്കണ്ണുകളും അറിവിന്റെ വിശകലനവും അതിലെ റിമോട്ട് സെൻസിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ സ്റ്റേജസ് ഇൻ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ NCERT +1 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ടെക്സ്റ്റില് 11ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കയറി പോന്നോളൂ. ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോ +1 NCERT ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന ടെക്സ്റ്റില് 7ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു റിമോട്ട് സെൻസിങ്. ഇതിനകത്താണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്വസ്റ്റ്യന്റെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേജസ് ഇൻ റിമോട്ട് സെൻസിങ് ഇത് കണ്ടില്ലേ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേജസ് ഇൻ റിമോട്ട് സെൻസിങ്. അപ്പോൾ ഇവിടെ താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില് പ്രോസസ്സസ് യൂസ്ഡ് ഇൻ റിമോട്ട് സെൻസിങ് ഡേറ്റ അക്യൂസിഷൻ ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട പോയിന്റ്സ് these basic processes that help in the collection of information about the properties of the objects and phenomena of the earth's surface are as follows. വിവരശേഖരണത്തിന് സഹായിക്കുന്ന അടിസ്ഥാന പ്രക്രിയകൾ ഭൂമിയുടെ ഉപരിതലത്തിലെ വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും ഗുണങ്ങളെ കുറിച്ച് ഇനി പറയുന്നവയാണ്. ആദ്യത്തേത് സോഴ്സ് ഓഫ് എനർജി, സൺ ഓർ സെൽഫ് എമിഷൻ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഊർജ സ്രോതസ് സൂര്യൻ അല്ലെങ്കിൽ സെൽഫ് എമിഷൻ. രണ്ടാമത്തേത് ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഫ്രം ദ സോഴ്സ് ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. സ്രോതസ്സിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഊർജം സംരക്ഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പോയിന്റ് നമ്മുടെ 3ാമത്തെ ഓപ്ഷനിലെ ട്രാൻസ്മിഷൻ, റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് അതിൽ വരുന്നുണ്ട്. ഇന്ററാക്ഷൻ ഓഫ് എനർജി വിത്ത് ദ എർത്ത്സ് സർഫസ്, ഭൂമിയുടെ ഉപരിതലവുമായുള്ള ഊർജത്തിന്റെ ഇടപെടൽ. അപ്പൊ അതാണ് ഇവിടുത്തെ 2ാമത്തെ പോയിന്റ്, ഇന്ററാക്ഷൻ ഓഫ് എനർജി വിത്ത് ടാർഗറ്റ്. അതാണല്ലോ ഇന്ററാക്ഷൻ ഓഫ് എനർജി വിത്ത് ദ എർത്ത് സർഫസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊപ്പഗേഷൻ ഓഫ് റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് എനർജി ത്രൂ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലൂടെ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന ഊർജത്തിന്റെ പ്രചരണം. അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് ദ റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് എനർജി ബൈ ദ സെൻസർ, സെൻസർ മുഖേന പ്രതിഫലിച്ച അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന ഊർജം കണ്ടെത്തൽ. കൺവേർഷൻ ഓഫ് എനർജി റിസീവ്ഡ് ഇൻ ടു ഫോട്ടോഗ്രാഫിക് ഓർ ഡിജിറ്റൽ ഫോം ഓഫ് ഡേറ്റ. അപ്പോൾ ലഭിച്ച ഊർജത്തെ ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ ഡിജിറ്റൽ തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുക. എക്സ്ട്രാക്ഷൻ ഓഫ് ദ ഇൻഫോർമേഷൻ കണ്ടൻസ് ഫ്രം ദ ഡേറ്റ പ്രോഡക്ട്സ് ആൻഡ് കൺവേർഷൻ ഓഫ് ഇൻഫോർമേഷൻ ഇൻ ടു മാപ്പ് ഓർ ടാബുലാർ ഫോം. അതായത് ഡേറ്റ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വിവര ഉള്ളടക്കങ്ങൾ വേർതിരിച്ചെടുക്കൽ, ഒപ്പം വിവരങ്ങൾ മാപ്പ് അല്ലെങ്കിൽ ടാബുലാർ ഫോമിലേക്ക് പരിവർത്തനം ചെയ്യുക. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാ പോയിന്റ്സും അതുപോലെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സോഴ്സ് കിട്ടിയല്ലോ. NCERT +1 ജോഗ്രഫി ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയിൽ വരുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇല്ലെങ്കിൽ കൂടി നമ്മുടെ 10ാം ക്ലാസ്സിലെ ആകാശക്കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും 10ാം ക്ലാസ്സിലെ
ആറാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസ് സെക്കൻഡ്, ആറാമത്തെ ചാപ്റ്റർ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും. ഇതിൽ റിമോട്ട് സെൻസിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് നോക്കാം. ഈ ചാപ്റ്റർ മുഴുവനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ വിദൂര സംവേദനം, റിമോട്ട് സെൻസിങ് 19-ാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവര ശേഖരണ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. അതിനെ തുടർന്ന് ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ നിന്നും ഫോട്ടോ എടുക്കാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. 1960-ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. അത് ഓർക്കുക. ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള വിവരശേഖരണം ആരംഭിച്ചത് ഏത് വർഷം മുതൽ? 1960 മുതൽ. ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ, അതായത് അവയെ ടച്ച് ചെയ്യാതെ ശേഖരിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് റിമോട്ട് സെൻസിങ്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിലൂടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് എന്ത് പറയുന്നത്? സെൻസേഴ്സ് അഥവാ സംവേദകങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം ക്യാമറ, അതുപോലെ സ്കാനർ. ആദ്യ കാലഘട്ടങ്ങളിൽ ക്യാമറയും പിന്നീട് സ്കാനറുകളും എന്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? സെൻസേഴ്സ് ആയിട്ട്, സംവേദകങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ സംവേദകം പകർത്തുന്നത് വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഏത് വസ്തുവിന്റെ പിക്ചർ ആണോ എടുക്കുന്നത് അത് പ്രതിഫലിപ്പിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെയാണ് ഈ സംവേദകം ക്യാപ്ചർ ചെയ്യുന്നത്. ഈ സംവേദകങ്ങൾ പൊതുവെ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്നാ പറയുന്നത്. അപ്പൊ സംവേദകങ്ങൾ ഏതെങ്കിലും ഒരു പ്രതലം, ഏതെങ്കിലും ഒരു സർഫസിൽ സ്ഥാപിക്കണമല്ലോ. അതിനെയാണ് എന്ത് പറയുന്നത്? പ്ലാറ്റ്ഫോം. അതൊന്നെങ്കിൽ വിമാനങ്ങളാവാം, അല്ലെങ്കിൽ ബലൂണുകളാവാം, അതുമല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ആവാം സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോ ഊർജ ഉറവിടം, അതുപോലെ പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. ആദ്യമായിട്ട് ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി തരംതിരിച്ചിരിക്കുന്നതാണ് പാസീവ് റിമോട്ട് സെൻസിങ്ങും ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങും. അതായത് പരോക്ഷ വിദൂര സംവേദനവും പ്രത്യക്ഷ വിദൂര സംവേദനവും. പരോക്ഷം എന്നാൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ, സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്നതാണ് പാസീവ് റിമോട്ട് സെൻസിങ്, പരോക്ഷ വിദൂര സംവേദനം. ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല, സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യക്ഷമാണെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം, മറ്റ് ലൈറ്റ് സോഴ്സ് ഇല്ല. ഈ സംവേദകം പുറപ്പെടുവിക്കുന്ന, കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേസ് വരുന്നു. ഇവിടെയാണെങ്കിലോ സൂര്യനിൽ നിന്നുള്ള റേസ് ബാക്കി ഇങ്ങോട്ടാ പോകുന്നത്. ഇത് സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെയാണ് പ്രത്യക്ഷ വിദൂര സംവേദനം നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിദൂര സംവേദനത്തിൽ ഒരു ഊർജ ഉറവിടം അത്യന്താപേക്ഷിതമാണ്. ഇത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആകാം. സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത്. ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകമായിട്ട് ആക്ട് ചെയ്യും. ക്യാമറയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലാഷ് കൃത്രിമ ഊർജ സ്രോതസ്സായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്നതും വികിരണം ചെയ്യപ്പെടുന്നതുമായ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ പ്രയോജനപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി 3 രീതിയിലാണ് റിമോട്ട് സെൻസിങ് വരുന്നത്. ഭൂതല ഛായാഗ്രഹണം, ടെറസ്ട്രിയൽ ആയിട്ടുള്ളത്. രണ്ടാമത്തേത് ആകാശീയ വിദൂര സംവേദനം. മൂന്നാമത്തേത് ഉപഗ്രഹ വിദൂര സംവേദനം. ഭൂതല ഛായാഗ്രഹണം എന്ന് വെച്ചാൽ ഭൂമിയുടെ പ്രതലത്തിൽ, അതായത് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്നു. ആകാശീയ വിദൂര സംവേദനം എന്നാൽ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഈ ഭൂപ്രദേശത്തിന്റെ ചിത്രം എടുക്കുന്നു. ഉപഗ്രഹ വിദൂര സംവേദനം എന്നാൽ എന്താണ്? ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി കൃത്രിമ ഉപഗ്രഹങ്ങളിൽ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൽ ഘടിപ്പിച്ചിട്ടിരിക്കുന്ന സംവേദകങ്ങൾ വഴിയാണ് വിവരശേഖരണം നടത്തുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ ആണ്.
ഇവിടെ ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ഓരോന്നും ആകാശീയവും അതുപോലെ ഉപഗ്രഹ വിദൂര സംവേദനവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് പോയി കാണുക, ടെലഗ്രാമിലും ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിന്റെ PDF കൂടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടുതരാം, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാം. അപ്പൊ ആ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഇതിന്റെ ഒരു ഐഡിയ കിട്ടും. ഇതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഇത് നോക്കിയില്ലെങ്കിൽ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് 1ാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടി മുടങ്ങാതെ കണ്ട് പോവുക. പിന്നെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയാലും അത് നമ്മുടെ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എടുത്ത് റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അതും കൂടി നിങ്ങൾ കണ്ടിരിക്കുക. സിമ്പിൾ അല്ലേ, എനിക്കറിയാലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് അറിയാത്ത പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. അതാണ് PSC എടുത്ത് ക്വസ്റ്റ്യൻ ആക്കുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടും. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കുന്നത് ആ പോയിന്റ്സ് ആയിരിക്കത്തില്ല, ടെക്സ്റ്റ് ബുക്കിലെ അതേ പോയിന്റ്സ് തന്നെയാണ് PSC എടുത്ത് ക്വസ്റ്റ്യൻ ആക്കുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കാം. അപ്പൊ വീണ്ടും കാണാം. താങ്ക്